ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നല്ല സൂപ്പർ ഡിഷാണ് കേട്ടോ. ഇന്ന് റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്ന് എനിക്ക് നല്ല ഫ്രഷ് നെത്തോലി കിട്ടിയിരുന്നു കേട്ടോ. മാങ്ങ ചേർത്ത് നെത്തോലി കറിയും നെത്തോലി ഫ്രൈയും ഒന്ന് ഉണ്ടാക്കിയാലോ? നമുക്ക് തുടങ്ങാം അല്ലേ? ചട്ടിയിൽ 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് 2 വറ്റൽ മുളകിട്ടു, അല്പം ഒരു സവാള ചേർത്തിട്ടോ, 1 ടീസ്പൂൺ പച്ചമല്ലിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതും കൂടി ചേർക്കാനേ. അല്പം കറിവേപ്പില കൂടി ചേർക്കാൻ മറക്കല്ലേ. കറിവേപ്പില ചേർക്കാത്ത മീൻകറി ഉണ്ടോ അല്ലേ? ഇനി അല്പം ചെറുതായിട്ടൊന്ന് വഴറ്റുകോളൂ കേട്ടോ. നല്ലതുപോലെ മൂപ്പിക്കണ്ട. ഇച്ചിരി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒന്ന് തണുക്കട്ടെ. മിക്സിയിലെ ജാറിലേക്കൊന്ന് മാറ്റാം. അല്പം പുളിയും കൂടി ചേർത്തോളൂ കേട്ടോ. മാങ്ങ ചേർക്കുന്ന കാരണം പുളി അല്പം കുറച്ച് മതി. ഇനി നമുക്ക് നല്ല മാതിരി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ആവശ്യത്തിന് അല്പം ഉപ്പും കൂടി ചേർക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കണം. പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് മാങ്ങ ചേർക്കുക കേട്ടോ. പകുതി മാങ്ങായോ അല്ലെങ്കിൽ ഒരു മൊത്തം മാങ്ങയോ കട്ട് ചെയ്ത് ചേർക്കുക. തൊലി കളഞ്ഞിട്ട് പച്ചമുളകും കൂടി ചേർത്തോളൂ. ഇനി അല്പം കൂടി കറിവേപ്പില ചേർക്കണ്ടേ, എങ്കിലേ കറിക്ക് നല്ല രുചി ഉണ്ടാവും. കറി നല്ലതുമാതിരി തിളക്കട്ടെ. തിളച്ച് അത് ഇച്ചിരി വറ്റിയെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവസാനം അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തോളൂ. വെളിച്ചെണ്ണയുടെ നല്ല മണം വന്നിട്ട് നല്ല സൂപ്പർ കറിയായിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തോളൂ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് തല്ലിച്ചതച്ചത് ചേർക്കണേ. പൗഡർ ചേർക്കാതിരിക്കുന്നത് നല്ല. തല്ലിച്ചതച്ച് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. നല്ല മാതിരി ഒന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട്. ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ചേർക്കണം കേട്ടോ. പ്രത്യേകിച്ച് നെത്തോലി വറുക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് 2 സൈഡും ഒന്ന് നല്ലതുമാതിരി മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ നെത്തോലി വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഊണ് സൂപ്പറായി അല്ലേ? ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.